ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മളെ റൂമിൽ നിന്ന് ഇറങ്ങി. ഇന്നലത്തെ വീഡിയോ എൻഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഇന്നലെ ഗൂഗിൾ വെച്ച് ചതിച്ച് ഏതൊക്കെയോ കാട്ടിലൂടെയൊക്കെ പോയി അവസാനം റൂമിലെത്തിയപ്പോൾ 9-9:30 പിന്നെ പെട്ടെന്നൊന്ന് കുളിച്ച് കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയായി. അതുകൊണ്ട് ആ റൈഡിങ് വീഡിയോ എൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെ നമ്മൾ കുഴപ്പമില്ലാണ്ട് എത്തി. ഊട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 31 കിലോമീറ്റർ ഉണ്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോട്ട്. കോത്തഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ഒരു 30 കിലോമീറ്റർ, പിന്നെ റൂമിലോട്ട് ഒരു 1 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ രാത്രി കുഴപ്പമില്ലാതെ എത്തി. പിന്നെ ഇപ്പം നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഒരു 8 മണി കഴിഞ്ഞു, 8:15 നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ദൊഡ്ഡബെട്ട പീക്കാണ്. അത് കണ്ടിട്ട് നമുക്ക് ഊട്ടി ടൗണിലോട്ട് പോകാം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ദൊഡ്ഡബെട്ട പീക്ക് പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് ഈ പ്രാവശ്യം എന്തായാലും പോകാമെന്ന് വെച്ചു. ഇന്നലെ രാത്രിയായിരുന്നു നമ്മൾ ഇതുവഴി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഈ റോഡിൻ്റെ നല്ല അടിപൊളി റോഡാണ് ശരിക്ക് അല്ലേ. താഴോട്ടൊക്കെ നല്ല ഭംഗിയുണ്ട്, കണ്ടില്ലേ? ആ ഒരു വില്ലേജും കാര്യങ്ങളും വീടുകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇന്നലെ പിന്നെ നമ്മൾ രാത്രി ആയതുകൊണ്ട് ഒട്ടും വിസിബിലിറ്റി ഇല്ലായിരുന്നു, അപ്പം വീഡിയോ എടുത്തില്ല. കണ്ടോ, നല്ല ഭംഗിയുണ്ട് റൈറ്റ് സൈഡിലൊക്കെ വശം. നമ്മൾ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ ലേറ്റായി. അവിടെ എത്തിയപ്പം പിന്നെ കിടന്നൊക്കെ ഒരുമാതിരി നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ ശരിക്കും 300 കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 12 മണിക്കൂർ അല്ലേ, 12 മണിക്കൂറിലധികം എടുത്തു. സാധാരണ 7-8 മണിക്കൂറിനുള്ളിൽ 350 കിലോമീറ്റർ കവർ ചെയ്ത് നമ്മൾ നാട്ടിലെത്തുന്നതാണ് ബാംഗ്ലൂരിൽ നിന്ന്. പക്ഷേ ഇപ്രാവശ്യം ഒരു 300 കിലോമീറ്റർ കവർ ചെയ്യാൻ നമ്മൾ ഏകദേശം 12 മണിക്കൂറിലധികം എടുത്തു. മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ നല്ല ട്രാഫിക്കായിരുന്നു. പിന്നെ നമ്മൾ നാട്ടിൽ പോകുന്ന മാതിരി സ്പീഡിൽ പോകാൻ പറ്റും. മസനഗുഡിയൊക്കെ നല്ല സ്ലോ ആയിരുന്നു. ദൂരം കുറവാണെങ്കിലും കുറേ സമയം എടുത്തിട്ടാണ് മസനഗുഡി ചുരമൊക്കെ കയറിയത്. അതുകൊണ്ട് ഒരുപാട് ലേറ്റായി, 12 മണിക്കൂറിലധികം എടുത്തു നമ്മളിവിടെ എത്താൻ. Where they told you what to chase, told you how to run the race. Every move was on the page, but I didn't like their way. Had to fight and misbehave, had to find a way to change, had to leave to find my way. Caught up in a daydream, I beat my mind up there almost daily. It's how I pass time, no opinions safely. It's how I understand what I want in this place, see. Cause everybody wanna tell you bad things, what could go wrong, what fame brings. But success is a finicky thing, and if you ain't sure, no, it'll never be. I don't wanna let myself down, myself down. I don't wanna let myself down, myself down. ലെഫ്റ്റ് സൈഡിലെ വ്യൂ സൂപ്പറാണ് കേട്ടോ. ദൊഡ്ഡബെട്ട പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ഹയസ്റ്റ് പീക്സ് ഇൻ സൗത്ത് ഇന്ത്യയാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് കൂടുതൽ നല്ല ഭംഗിയുള്ള വ്യൂ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൊള്ളാം, നൈസ് വ്യൂ. താഴോട്ട് മൊത്തം തേയിലത്തോട്ടങ്ങളാണ്, അങ്ങോട്ടേക്കൊക്കെ തേയിലാണ് അല്ലേ മൊത്തത്തിൽ. സൂപ്പർ. അല്ല, താഴോട്ടൊക്കെ കുറച്ചൊക്കെ ഉണ്ട്, പക്ഷെ കൂടുതൽ ഈ ഭാഗത്തോട്ടാണ് തോന്നുന്നു. ഊട്ടി ടൗൺ കഴിഞ്ഞ് കോത്തഗിരി, അതുപോലെ കൂനൂർ സൈഡ് എങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷേ കോത്തഗിരി ഭാഗത്തോട്ടുള്ള ഈ ഒരു സ്ട്രെച്ചിൽ നന്നായിട്ട് തേയിലത്തോട്ടങ്ങളുണ്ട്. Tell me
in a place where they told you what to chase, told you how to run the race. Every move was on the page, but I didn't like their way. Had to fight and misbehave, had to find a way to change, had to leave to find my way. Caught up in a daydream, I beat my mind up there almost daily. It's how I pass time, no opinions safely. It's how I understand what I want in this place, see. Cause everybody wanna tell you bad things, what could go wrong, what fame brings. But success is a finicky thing, and if you ain't sure, no, it'll never be. I don't wanna let myself down, myself down. ഈ വ്യൂ കാണാൻ നല്ല രസമുണ്ട് ഇവിടുന്ന്, ഇതിൻ്റെ മേലേന്ന്. നമ്മൾ ആ ഭാഗത്തു നിന്നാണ് വന്നത്, അതിലൂടെ ഇങ്ങനെ വരുവാണ് നമ്മൾ. അവിടെ എന്തോ പോളി ഹൗസ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, കൃഷി സംബന്ധമായ എന്തോ സംഭവങ്ങളുണ്ട്. മൊത്തം തേയിലാണ്. അവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമെങ്കിൽ അടിപൊളിയായിരിക്കും. ആ ഭാഗത്തോട്ട് വല്ല ട്രക്കിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും പോകാൻ. ഉണ്ടാവുമായിരിക്കും. കുറച്ച് ദിവസം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. വൺ ഡേ ട്രിപ്പിൽ ഇതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. I don't have to plan it, I can go change my fate. You won't understand it, all alone, that's okay. People, I can't stand them, they don't want me to change. Keep me where I'm standing, and I don't wanna be where I am. And I want something more, take a chance. It could be possibly my last dance, my last dance. I don't wanna let myself down, myself down. I don't wanna let myself down, myself down. അങ്ങനെ നമ്മൾ ദൊഡ്ഡപ്പെട്ട പീക്ക് പോകുന്ന വഴി എത്തി. അത്യാവശ്യം നല്ല വണ്ടികളൊക്കെ ഉണ്ടല്ലോ ദൊഡ്ഡപ്പെട്ട പോകാൻ. ഇവിടെ എൻട്രി ഫീ ഉണ്ടാവും, ബൈക്കിന് 20 രൂപ എങ്ങനെ ഉണ്ടാവും എൻട്രി ഫീ. അത് കൊടുക്കേണ്ടി വരും. 2 വീലർ 10. ₹10 2 വീലറിന് ചാർജ്. ഒരു പാർക്കിംഗ് കാശ് ആയിരിക്കും തോന്നുന്നു അല്ലേ? ലബ്ധം ഗോ കാറിന് എത്രയാ? 20 രൂപ 40 രൂപ. ഈ റോഡ് അടിപൊളിയാണ്. ദൊഡ്ഡപ്പെട്ട പീക്ക് പോകുന്ന വഴിയാണിത്. ഈ റോഡ് നല്ല ഭംഗിയുണ്ട് കാണാൻ. നിറയെ മരങ്ങളാട്ടോ, വൻ മരങ്ങളാണ്. ഓസം. 10 രൂപ അവിടെ എൻട്രി ഫീ വാങ്ങിച്ചു ബൈക്കിന്. കാറിന് 20 or 30 എങ്ങാണ്ടാന്ന് തോന്നുന്നു. അത് പാർക്കിംഗ് ഫീ ആണോ ഇങ്ങോട്ടേക്കുള്ള എൻട്രി ഫീ ആണോ എന്ന് അറിയത്തില്ല. അവിടെ എത്തിയാൽ അറിയാം എൻട്രി ഫീ വേറെ ഉണ്ടോ എന്ന്. ഇവിടെ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പ്രവേശനമുള്ളൂ. അതുകൊണ്ട് അതിനുള്ളിൽ വരണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 5 മണി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. ഇപ്പോൾ ഏകദേശം 10:30 ആയി. തണുപ്പ്, നല്ല തണുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. ഇതിനെ ഓവർടേക്ക് ചെയ്യാം നമുക്ക്, അല്ലെങ്കിൽ ഈ പുക ശ്വസിക്കേണ്ടി വരും. ഇങ്ങോട്ടേക്ക് വണ്ടികളൊന്നും ഇല്ലേ തിരിച്ചു വരുന്ന? വേറെ റൂട്ട് വഴിയാണോ? അല്ല, അങ്ങോട്ട് വരുന്നുണ്ടോ? ഇല്ല. റൈറ്റ് സൈഡ് മൊത്തം കാറ്റാടി മരങ്ങളും യൂക്കാലിപ്സ് മരങ്ങളും ഒക്കെയാണ്. അയ്യോ, തണുത്തിട്ട് ഞാനൊരു വിധമായേ. നൈസ്. ദൊഡ്ഡപ്പെട്ട റോഡ്. അപ്പോൾ അത് ആ റോഡ് എങ്ങോട്ടേക്കാണ് അപ്പോൾ? ആ ആ ആ
റോഡ് ഭയങ്കര ചെറിയ റോഡാണ് കേട്ടോ, ബട്ട് നൈസ് റോഡാണ്. ഐ ലൈക്ക് ഇറ്റ്. ചളി ചളി ചളി. ഇങ്ങോട്ടേക്ക് തന്നെയുള്ള വഴിയാന്ന് തോന്നുന്നു. അതും ഇവരൊക്കെ പറയുന്നുണ്ട് രാവിലെ വരണ്ടടാ പൊട്ടന്മാരെ, ഇപ്പം എന്താണ് എന്നൊക്കെ പറയുന്നുണ്ടാവും. നമ്മൾ മറ്റേ നന്ദി ഹിൽസ് പോകുമ്പോൾ പറയാറില്ലേ, ഇപ്പോൾ വന്നിട്ട് എന്താണെന്നൊക്കെ ചോദിക്കാറില്ലേ, അതുപോലെ. പക്ഷെ ബൈക്കിൽ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീല് കേട്ടോ. ബൈക്കിൽ വരുമ്പോൾ നമുക്കത് ഫീൽ ചെയ്ത് ഇങ്ങനെ പോകാം. കാറിലൊന്നും ഇത്ര ഫീല് കിട്ടിക്കൊള്ളണമെന്നില്ല. എന്തായാലും നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കാറിലോട്ട് മാറും. എന്നാലും ബൈക്കിന് വേറൊരു വൈബും കാറിന് വേറൊരു വൈബുമാണ് കേട്ടോ. ബൈക്കിൽ വരുമ്പോൾ വേറൊരു ഫീലാണ്. മൊത്തം നമുക്കൊരു എന്താ പറയുക, വേറൊരു രീതിയിൽ ആസ്വദിച്ചിട്ട് പോവാം. ഈ വെയിലും ചൂടും അതുപോലെ തണുപ്പും എല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ബ്ലോക്കാണോ? അങ്ങനെ നമ്മൾ ദൊഡ്ഡപ്പെട്ട പീക്ക് എത്തി. പക്ഷേ ഭയങ്കര തിരക്കാണ് കേട്ടോ. പാർക്കിങ്ങിന് പോലും ശരിക്കുള്ളൊരു സ്ഥലം കിട്ടിയില്ല. നല്ല തിരക്കാണ് ഇവിടെ. ഇന്നും പ്രത്യേകിച്ച് ഹോളിഡേ ആയതുകൊണ്ട്, ഓഗസ്റ്റ് 15 അല്ലേ, അപ്പോൾ എല്ലാവർക്കും ഹോളിഡേ ആയിരിക്കും. അതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഇവിടെ, ഉണ്ടല്ലേ? Place where they told you what to chase, told you how to run the race, every move was on the page, but I didn't like their way. Had to fight and misbehave, had to find a way to change, had to leave to find my way. Caught up in a daydream, I beat my mind up there almost daily. It's how I pass time, no opinions safely. It's how I understand what I want in this place, see, cause everybody wanna tell you